Hi friends, ഇന്ന് നമുക്ക് ബ്രെഡ് ബൺസ് വിത്ത് സ്പൈസി എഗ് ഫില്ലിംഗ് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഒരു 1/4 കപ്പ് ചൂടായ പാൽ എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ശരിക്കും മിക്സ് ചെയ്യുക. ഈസ്റ്റ് ഇൻസ്റ്റന്റ് ആക്റ്റീവ് ഈസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതൊരു 10 മിനിറ്റ് മാറ്റി വെക്കുക. നമ്മുടെ ഈസ്റ്റ് മിക്സ്ചർ പൊങ്ങി വന്നിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. നമുക്കൊരു 1.5 കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ എടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം. എല്ലാം കൂടി ശരിക്കും മിക്സ് ചെയ്യുക. അതിലേക്ക് ഈസ്റ്റ് മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. ദെൻ അതുകൂടി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി പാൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. ദെൻ അതിനുശേഷം എല്ലാം കൂടി മിക്സ് ചെയ്ത് നോക്കുക. പിന്നെ അതിൻ്റെ കൂടെ ഞാനിവിടെ എണ്ണയാണ് ചേർക്കുന്നത്, ഓയിലാണ് ചേർക്കുന്നത്, സൺഫ്ലവർ ഓയിൽ. നിങ്ങൾക്ക് ബട്ടർ ചേർക്കണമെന്നുണ്ടെങ്കിൽ ബട്ടർ ചേർക്കാം. ദെൻ എല്ലാം കൂടി ശരിക്കും മിക്സ് ചെയ്ത് നല്ലൊരു ഡോ തയ്യാറാക്കുക. ശരിക്ക് കുഴച്ച് ചപ്പാത്തിയേക്കാളും കുറച്ചുകൂടി മയത്തിലാവുന്ന വരെ ആക്കി വെക്കാം. നമുക്ക് കുഴച്ച് വെച്ച മാവ് ഏകദേശം 1 മണിക്കൂർ വരെ നമുക്കൊന്ന് മൂടി വെച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതിൽ വെക്കാനുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക. ചൂടായി കഴിയുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. വെളുത്തുള്ളി മൂത്ത് വരുമ്പോൾ സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. ശരിക്കും മൂപ്പിക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാള ഏകദേശം വഴന്നിട്ടുണ്ട്. വഴന്നു കഴിയുമ്പോൾ കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റുക. ഒരുപാട് വഴറ്റണ്ട ക്യാപ്സിക്കം, ജസ്റ്റ് ഒന്ന് വഴറ്റുക. ഇനി നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് എല്ലാം കൂടി മൂപ്പിക്കാം.
എല്ലാം ശരിക്കും മൂത്തിട്ടുണ്ട്. ഇനി ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് അതൊന്ന് ചിക്കിയെടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. നമ്മുടെ ഫില്ലിംഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ചിരുന്ന ഡോ എടുത്ത് അത് ശരിക്കും ഒന്ന് പൊങ്ങിയിട്ടുണ്ടാവും. അതൊന്നും കൂടി ശരിക്കും കുഴച്ച് മയത്തിൽ കുഴച്ചെടുക്കുക. എന്നിട്ടത് എല്ലാ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം ഉരുളകളാക്കുക. അതിൽ നിന്ന് ഓരോ ബോളെടുത്ത് നമുക്ക് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ അത് റൗണ്ട് ഷേപ്പിലല്ല പരത്തേണ്ടത്, ഒരു നീളത്തിൽ പരത്തിയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. നീളത്തിൽ ശരിക്ക് പരത്താം, ഒരു ഓവൽ ഷേപ്പിൽ ശരിക്ക് പരത്താം. അതിനുശേഷം അതിൻ്റെ ഒരറ്റത്ത് സൈഡിൽ മസാല വെച്ച് കൊടുക്കാം, നമ്മുടെ ഫില്ലിംഗ് മസാല വെച്ച് കൊടുക്കാം. അതിനുശേഷം മടക്കാം, ഒരു സൈഡ് മടക്കാം. ഞാൻ ചെയ്യുന്ന പോലെ മടക്കാം. മടക്കി ശരിക്കും ഒട്ടിച്ചതിന് ശേഷം ഫ്രണ്ടിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെ ഓരോ ബോൾസും എടുത്ത് ഇതുപോലെ പരത്തി ഫില്ലിംഗ് വെച്ച് ഇതുപോലെ മടക്കി കട്ട് ചെയ്ത് റോൾ ചെയ്ത് എടുക്കാവുന്നതാണ്. എല്ലാ റോൾസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് 2 മണിക്കൂർ മൂടി വെച്ച് മാറ്റി വയ്ക്കാം. അടുത്ത സ്റ്റെപ്പ്, നമുക്കൊരു മുട്ട പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. അതിലേക്ക് കുറച്ച് ഏകദേശം 1 ടീസ്പൂണോളം പാൽ ഒഴിച്ചു കൊടുക്കാം. ശരിക്ക് വിസ്ക് ചെയ്തെടുക്കാം. ഈ വിസ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ എഗ് മിക്സ്ചർ നമുക്ക് 2 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് ചെയ്യുന്നത്. നമ്മുടെ റോൾസിൻ്റെ ടോപ്പിൽ പുരട്ടി കൊടുക്കാം, ശരിക്ക് തേച്ച് കൊടുക്കാം. അതിനുശേഷം പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 20 തുടങ്ങി 30 മിനിറ്റ് വരെ നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് റോൾസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.